നമീബിയയിലെ എഡോഷ നാഷണൽ പാർക്കിൽ മൈര എന്നൊരു പെൺ ആന ഉണ്ടായിരുന്നു. മൈരയുടെ വയർ വളരെ വലുതായതിനാൽ പാർക്കിലെ ജീവനക്കാർ മാസങ്ങളായി അവളെ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ആദ്യം എല്ലാവരും കരുതിയത് മൈരയ്ക്ക് വലിയൊരു കുട്ടി ആന ഉണ്ടാകുമെന്നാണ്. പക്ഷേ വിദഗ്ധർക്ക് എന്തോ വ്യത്യസ്തമാണെന്ന് തോന്നി. അതുകൊണ്ട് മൈരയെ എപ്പോഴും നിരീക്ഷിക്കാൻ ഒരു GPS ഉപകരണം അവളുടെ ശരീരത്തിൽ ഘടിപ്പിച്ചു. മൈര ആരോഗ്യവതിയായിരുന്നെങ്കിലും അവളുടെ വയർ അസാധാരണമായി വളർന്നുകൊണ്ടിരുന്നു. ദിവസവും 2 തവണ അവളെ പരിശോധിക്കാൻ തീരുമാനിച്ചു. എല്ലാവർക്കും ഒരേ സമയം ആകാംക്ഷയും ആശങ്കയും ഉണ്ടായിരുന്നു. മൈര സുരക്ഷിതമായി പ്രസവിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചു. പക്ഷേ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും ഉറപ്പില്ലായിരുന്നു. മൈരയുടെ പ്രസവത്തിന് 1 മാസം ബാക്കി നിൽക്കെ പാർക്കിലെ പരിചയസമ്പന്നനായ ജീവനക്കാരനായ ജോനസ് ആയിരുന്നു GPS ഘടിപ്പിക്കാൻ നിർദ്ദേശിച്ചത്. ജോനസിന് എഡോഷയിലെ ഓരോ ആനക്കൂട്ടവും നല്ല പരിചയമുണ്ടായിരുന്നു. മൈരയെ കുഞ്ഞായിരിക്കുമ്പോൾ ആദ്യമായി കണ്ടത് അവൻ ഓർത്തു. അന്ന് മൈര കൂട്ടത്തിനൊപ്പം നടന്നിരുന്നു. വളർന്നപ്പോൾ മൈര ആനക്കൂട്ടത്തിലെ പ്രധാന വ്യക്തിത്വമായി. എല്ലാവർക്കും മൈരയെ ഒരുപാട് ഇഷ്ടമായിരുന്നു, കാരണം അവൾ സൗമ്യയും സൗഹൃദപരവുമായിരുന്നു. പക്ഷേ മൈരയുടെ ഗർഭകാലം എല്ലാവർക്കും ആശങ്കയുണ്ടാക്കി. ജീവനക്കാർ പകലും രാത്രിയും ഷിഫ്റ്റുകളിൽ മൈരയെ നിരീക്ഷിച്ചു. എന്തെങ്കിലും അപകടം ഉണ്ടായാൽ ഉടൻ ഇടപെടണമെന്ന് അവർ ആഗ്രഹിച്ചു. മൈരയുടെ വയർ വലുതായിക്കൊണ്ടിരുന്നു. അതിനുള്ളിൽ ഒരു രഹസ്യ കഥ നടക്കുന്നതുപോലെ തോന്നി. പ്രസവം അടുക്കവേ മൈര കുറച്ച് മാത്രം നീങ്ങി വലിയ മരങ്ങളുടെ തണലിൽ വിശ്രമിച്ചു. ജോനസും സംഘവും അവളെ കൂടുതൽ ശ്രദ്ധിച്ചു. മൈര സ്ഥിരം വരുന്ന സ്ഥലത്ത് ഒരു നിരീക്ഷണ കേന്ദ്രവും സജ്ജീകരിച്ചു. മൈര ചിലപ്പോൾ മൂളുന്നത് അവർ കേട്ടു, അവൾക്ക് വലിയ ഭാരം തോന്നുന്നതുപോലെ. ജോനസ് പ്രസവത്തിന് സഹായിക്കാൻ ഒരു പ്രത്യേക മെഡിക്കൽ കിറ്റ് തയ്യാറാക്കി. മൈര എന്നെ അനുവദിച്ചാൽ ഞാൻ തന്നെ അവളെ പരിചരിക്കും, ജോനസ് ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു. ഒരു ദിവസം രാവിലെ മൈര 2 മണിക്കൂറായി ഒരിടത്ത് നിന്ന് അനങ്ങാതെ നിൽക്കുന്നതായി പട്രോൾ ടീം റിപ്പോർട്ട് ചെയ്തു. ജോനസ് ഉടനെ കുറച്ച് സഹപ്രവർത്തകരെ വിളിച്ച് ഉപകരണങ്ങളുമായി മൈരയുടെ അടുത്തേക്ക് പോയി. വഴിയിൽ ഒരു ആന മൈരയ്ക്ക് അടുത്ത് ആശങ്കയോടെ നിൽക്കുന്നത് അവർ കണ്ടു. അത് മൈരയുടെ ഇണയാകും, ജോനസ് മനസ്സിൽ കരുതി. അവിടെയെത്തിയപ്പോൾ മൈര വശം ചെരിഞ്ഞു കിടക്കുന്നതാണ് കണ്ടത്. അവളുടെ വയർ വലുതായി, ശ്വാസം വല്ലാതെ എടുക്കുന്നുണ്ട്. മൈരയുടെ മുഖത്ത് ക്ഷീണവും വേദനയും നിറഞ്ഞിരുന്നു. ജോനസ് പതിയെ അടുത്തു ചെന്ന് മൃദുവായി സംസാരിച്ച് അവളെ ആശ്വസിപ്പിച്ചു. മൈര ജോനസിനെ തിരിച്ചറിഞ്ഞതുപോലെ. അവൾ ആക്രമണകാരിയോ ഭയപ്പെട്ടോ പെരുമാറിയില്ല. അവൾ ചെവി വീശി ജോനസിനെ അടുക്കാൻ അനുവദിച്ചു. എന്തോ തെറ്റാണെന്ന് മനസ്സിലായ ജോനസ് മൈരയ്ക്ക് പ്രസവം ത്വരിതപ്പെടുത്താൻ ഒരു കുത്തിവയ്പ് നൽകാൻ തീരുമാനിച്ചു. കൃത്യതയോടെ അവൻ ഇഞ്ചക്ഷൻ നൽകി. മൈര ഉറക്കെ മൂളി, വേദന കൂടുന്നതുപോലെ. ജോനസിന്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. അവൻ മൈരയുടെ തൊലിയിൽ പതിയെ തൊട്ട് അവളെ ധൈര്യപ്പെടുത്തി. 30 മിനിറ്റിനുള്ളിൽ മൈരയുടെ വേദന കൂടി. ഒരു കുട്ടി ആന പതിയെ പുറത്തുവന്നു. അത് ഒരു മാന്ത്രിക നിമിഷമായിരുന്നു. കുട്ടി ആന ശ്വസിക്കുകയും അനങ്ങുകയും ചെയ്തു, മൈരയോട് ചേർന്നു. എല്ലാവരും സന്തോഷിച്ചു. പക്ഷേ മൈര ഇപ്പോഴും വേദനയോടെ മൂളുന്നത് കണ്ട് എല്ലാവർക്കും ആശങ്ക തോന്നി. ജോനസിന് മൈരയുടെ വയറിൽ എന്തോ അസാധാരണമാണെന്ന് തോന്നി. അവൻ പരിശോധിച്ചപ്പോൾ മൈരയ്ക്ക് ഇരട്ടക്കുട്ടികളാണെന്ന് മനസ്സിലായി. ആഫ്രിക്കൻ ആനകളിൽ ഇത് വളരെ അപൂർവമാണ്. ജോനസ് ഭയവും ആവേശവും കലർന്ന ഒരു നിമിഷം അനുഭവിച്ചു. അവൻ മൈരയെ പതിയെ തലോടി ധൈര്യം പകർന്നു. 15 മിനിറ്റിനു ശേഷം 2ാമത്തെ കുട്ടി ആനയും പിറന്നു. എഡോഷ് ടീമിന് അത് ഒരു ചരിത്ര നിമിഷമായിരുന്നു. 2 കുട്ടികളും ആരോഗ്യവാന്മാരായിരുന്നു. അവർ കാലുകൾ അനക്കി ആദ്യ ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു. മൈര ക്ഷീണിതയായിരുന്നെങ്കിലും 2ാമത്തെ കുട്ടി പിറന്നപ്പോൾ അവൾക്ക് ആശ്വാസം തോന്നി. ജോനസും സഹപ്രവർത്തകരും സന്തോഷത്താൽ തുള്ളിച്ചാടി. രാവിലെ മങ്ങിയ സൂര്യപ്രകാശത്തിനിടയിൽ എല്ലാവരുടെയും മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. ജോനസ് 2 കുട്ടികളെയും പരിശോധിച്ചു. അവരെ തുടച്ച് ചൂട് നൽകി. 2ഉം ആരോഗ്യമുള്ളവരായിരുന്നു. മൈരയുടെ ശ്വാസം സാധാരണ നിലയിലായി. അവൾ തുമ്പിക്കൈ ഉയർത്തി കുട്ടികളെ തൊട്ട് അവരുടെ അമ്മയാണെന്ന് കാണിച്ചു. അപ്പോൾ അടുത്ത് നിന്നിരുന്ന ആന പതിയെ അടുത്തുവന്നു. ജോനസ് പിന്മാറി ആന കുടുംബത്തിന് സ്ഥലം നൽകി. ആന തുമ്പിക്കൈ ഉയർത്തി നന്ദി പോലെ തോന്നിച്ചു. പുറകിൽ മറഞ്ഞിരുന്ന ആനക്കൂട്ടം അപ്പോൾ അടുത്തേക്ക് വന്നു. എല്ലാവരും ഈ സന്തോഷം പങ്കുവച്ചു. മൈര പതിയെ എഴുന്നേറ്റു. ആനയുടെ സഹായത്തോടെ നിന്നു. 2 കുട്ടി ആനകളും അമ്മയുടെ വലിയ കാലുകൾക്കിടയിൽ തപ്പിത്തടഞ്ഞു നടന്നു. ജോനസിന് ആ ദൃശ്യം കണ്ട് ഹൃദയം നിറഞ്ഞു. പല മൃഗങ്ങളെ രക്ഷിച്ചിട്ടുള്ള ജോനസിന് ആനയുടെ ഇരട്ടപ്പിറവി ആദ്യത്തെ അനുഭവമായിരുന്നു. അവൻ ഹൃദയത്തിൽ കൈവച്ച് ഈ അത്ഭുതം കാണാൻ കഴിഞ്ഞതിന് നന്ദി പറഞ്ഞു.
മൈര തുമ്പിക്കൈ കൊണ്ട് കുട്ടികളെ പതിയെ തലോടി അവരെ സംരക്ഷിക്കുമെന്ന് ഉറപ്പിച്ചു. ആന മൈരയെ തുമ്പിക്കൈ കൊണ്ട് ചുറ്റി ഒരു ഊഷ്മളമായ കുടുംബചിത്രം സൃഷ്ടിച്ചു. ആഫ്രിക്കൻ വന്യതയുടെ മണമുള്ള കാറ്റ് വീശി എല്ലാം സന്തോഷത്താൽ നിറഞ്ഞു. മൈരയ്ക്ക് കുഴപ്പമില്ലെന്ന് ഉറപ്പായപ്പോൾ ജോനസ് പിന്മാറി ആനക്കുടുംബത്തിന് സ്വൈര്യം നൽകാൻ തീരുമാനിച്ചു. അവൻ വാഹനത്തിൽ കയറി വാക്കിഡോക്കി വഴി ഈ ഇരട്ടപ്പിറവിയെക്കുറിച്ച് എല്ലാവരെയും അറിയിച്ചു. മറുവശത്ത് സഹപ്രവർത്തകർ സന്തോഷത്തോടെ ആർപ്പു വിളിച്ചു. എല്ലാവരും മൈരയ്ക്ക് എന്തെങ്കിലും അപകടം ഉണ്ടാകുമോ എന്ന് ഭയപ്പെട്ടിരുന്നു. പക്ഷേ എല്ലാം ഭംഗിയായി അവസാനിച്ചു. ആനക്കുടുംബം ഒന്നിച്ചു നിന്ന് ജോനസിനെ നോക്കി നന്ദി പറയുന്നതുപോലെ. ജോനസ് പുഞ്ചിരിച്ചു, ഒരു വിലമതിക്കാനാവാത്ത സമ്മാനം കിട്ടിയതുപോലെ. അവൻ വാഹനം സ്റ്റാർട്ട് ചെയ്ത് ആനകൾക്ക് സമാധാനം നൽകി പതിയെ മടങ്ങി. അവന്റെ ഹൃദയത്തിൽ ഈ ഓർമ്മ എന്നും മനോഹരമായ ഒരു നിമിഷമായി നിലനിൽക്കും, പ്രകൃതിയോടുള്ള മനുഷ്യന്റെ സ്നേഹത്തിന്റെയും അർപ്പണത്തിന്റെയും തെളിവ്. വിശാലമായ പുൽമേട്ടിൽ മൈരയും അവളുടെ 2 കുഞ്ഞുങ്ങളും ആദ്യ ചുവടുകൾ വെച്ചു, ഒരു പ്രതീക്ഷ നിറഞ്ഞ ഭാവി വാഗ്ദാനം ചെയ്തു.